കൂവാറ്റി വോയിസിന്റെ 137-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 7ാം തരത്തിലെ പാർവണശ്രയ പിയും ശ്രീനന്ദ വിയും. 2ാം തരത്തിലെ എൽസി അഭിനയ് തന്റെ പിറന്നാളാഘോഷത്തിനായി കരുതി വെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സ്കൂളിന് മാതൃകയായി. എൽസി അഭിനോയ്ക്ക് കൂവാറ്റി വോയിസിന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. 9/8/2024 വെള്ളിയാഴ്ച PTA വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. PTA പ്രസിഡന്റ് പി പ്രദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി സുരേഷൻ സ്വാഗതം അറിയിച്ചു. സീനിയർ അസിസ്റ്റന്റ് MV കമലാക്ഷൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വാർഷിക റിപ്പോർട്ട് ഹെഡ് മാസ്റ്ററും വരവ് ചെലവ് കണക്ക് MV കമലാക്ഷനും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച നടന്നു. വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അംഗീകരിച്ചു. യോഗത്തിൽ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജമ്മ ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അജിത് കുമാർ, SMC ചെയർമാൻ M സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹൻ, MPTA പ്രസിഡന്റ് ശ്യാമിനി ബിബിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി വീണ്ടും P പ്രദീപിനെയും വൈസ് പ്രസിഡന്റായി A രാധികയെയും, MPTA പ്രസിഡന്റായി ശ്യാമിനി ബിബിനെയും വൈസ് പ്രസിഡന്റായി സജനയെയും SMC ചെയർമാനായി KV അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു. CRC കോർഡിനേറ്റർ നിഷ, ജിതേഷ് കമ്പല്ലൂർ എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. 5-6 ക്ലാസുകളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ലാസ് എടുക്കുന്നതിനായി പ്രേമ M ചാർജ് എടുത്തു. UP ക്ലാസ്സിലെ കുട്ടികൾ ഒരുക്കിയ ഇലക്കറി പ്രദർശനം ശ്രദ്ധേയമായി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായി ആഘോഷിച്ചു. വന്ദേമാതര ഗാനത്തോടെ അസംബ്ലി ആരംഭിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി സുരേഷൻ ദേശീയ പതാക ഉയർത്തി. 7ാം തരത്തിലെ കുട്ടികൾ പതാക ഗാനം ആലപിച്ചു. അതിനുശേഷം നടന്ന സമ്മേളനത്തിൽ MPTA പ്രസിഡന്റ് ശ്യാമിനി ബിബിൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ ടി സുരേഷൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജമ്മ ബെന്നി സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് A രാധിക ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് LSS വിജയികളായ ആരാധി M, അൽക്ക EV എന്നിവർക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും ഷൈജമ്മ ബെന്നി നടത്തി. കൂടാതെ വിവിധ മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ ദേശഭക്തി ഗാനവും ആനിയ ബിനോയ്, കാർത്തിക്, ശങ്കർ, പ്രഭിക പ്രമോദ് എന്നിവരുടെ പ്രസംഗവും ഉണ്ടായിരുന്നു. തുടർന്ന് ലഡു വിതരണം, പായസ വിതരണവും നടത്തി. ഡ്രീം ബോയ്സ് ആനക്കൽ ആണ് പായസം സ്പോൺസർ ചെയ്തത്. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് കുറച്ച് തരത്തിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് അസംബ്ലി ആയിരുന്നു. അനുപ്ത B കമൽ നേതൃത്വം നൽകിയ അസംബ്ലിയിൽ രമിത NK പത്രവാർത്ത അവതരിപ്പിച്ചു. ഇന്നത്തെ ചിന്ത അവതരിപ്പിച്ചത് നന്ദിത K ആണ്. ഋതുവർണ്ണ KV ഒരു ദിവസത്തെ ഡയറിയും പ്രഭിക പ്രമോദ് സ്റ്റോറി അവതരിപ്പിച്ചു. അമയ രമേശ്, അമയ P, ആരോൺ, ഷിബു, കൗശിക് എന്നിവർ ചേർന്ന് ക്വിസും സംഘടിപ്പിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം ഹിസ്സി UP വിഭാഗം
വിഭാഗത്തിൽ 7ാം തരത്തിലെ അഷിക ആർ 1ാം സ്ഥാനവും അതേ ക്ലാസ്സിലെ അൻവിത ബിബിൻ 2ാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ 4ാം തരത്തിലെ ആഷ്മിക TV, ദേവാഞ്ജന N എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. 4 പേരും ഉപജില്ലാതല അക്ഷരമുറ്റം ക്വിസിൽ പങ്കെടുക്കും. വിജയികൾക്ക് കുവൈറ്റി വോയിസിന്റെ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.